ഒരു കാലത്ത് ജപ്പാനിലെ ആളുകൾ വെറുത്തിരുന്ന ഗിയാരു ഗേൾസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 1990 കാലഘട്ടങ്ങളിലാണ് ഗിയാരു കൾച്ചറിന്റെ തുടക്കം. പെണ്ണായാൽ അടക്കം വേണം, ഒതുക്കം വേണം, ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല, അധികം മേക്കപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ വിശ്വസിച്ചിരുന്ന ജാപ്പനീസ് ആളുകൾക്കെതിരായി ഒരു കൂട്ടം പെൺകുട്ടികൾ നടത്തിയ ഒരു പ്രതിഷേധം അതായിരുന്നു ഗിയാരു കൾച്ചർ. സൊസൈറ്റി ഉണ്ടാക്കിയ ചട്ടക്കൂട്ടിൽ നിൽക്കാൻ ഗിയാരു ഗേൾസിന് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ അവരുപയോഗിക്കുന്നത് ഹെവി മേക്കപ്പ് ആണ്. ബ്രൈറ്റ് നിറത്തിലുള്ള മുടി, ഡീപ് ടാൻ ചെയ്ത സ്കിന്ന്, അളവിൽ കൂടുതൽ വലിപ്പമുള്ള കൺപീലികൾ, ഇവയൊക്കെയാണ് ഗിയാരു ഗേൾസിന്റെ പ്രത്യേകതകൾ. ഈ ഗിയാരു ഗേൾസ് തന്നെ പല ടൈപ്പിലുണ്ട്. ഇതിൽ കോ ഗിയാരു ഗേൾസ് ആണ് ഈ സ്കൂൾ യൂണിഫോമും മിനി സ്കേർട്ടും നീളത്തിലുള്ള സോക്സ് ഒക്കെ ഇടുന്നത്. ഇനി ഗംഗുരു ഗ്യാരുക്കളാണ് എന്നുണ്ടെങ്കിൽ അവര് ഫേസ് ഡാർക്ക് ടാൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഹെയർ ഓറഞ്ച് കളറിൽ ബ്ലീച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഹിമെ ഗ്യാരു ആണ്. ഇവർ മിക്കപ്പോഴും മേക്കപ്പ് ഇടുന്നത് ഒരു പ്രിൻസസിന്റെ കണക്കായിരിക്കും. പിങ്ക് കളറൊക്കെ ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. ഉറക്കെ സംസാരിക്കുക, ഓവർ കോൺഫിഡന്റ് ആയിട്ട് പെരുമാറുക, ഇതൊക്കെയാണ് ഗിയാരു ഗേൾസിന്റെ മറ്റുള്ള ക്വാളിറ്റീസ്. ഗിയാരു ഗേൾസും ഗിയാരു കൾച്ചറും ഒക്കെ ഇപ്പൊ ജപ്പാന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ കണക്കുള്ള ഒരു ക്രിറ്റിസിസം ഒന്നും ഇപ്പൊ ഇവർക്ക് കിട്ടുന്നില്ല.